ഇന്ന് നമ്മൾ നല്ല മുരിഞ്ഞ ക്രിസ്പിയായ കൂന്തൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാനായി മീഡിയം സൈസ് വലിപ്പമുള്ള 4 കൂന്തളാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് അതനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതടച്ച് ഒരു അരമണിക്കൂറത്തേന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് പിന്നെ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൂന്തൽ ഓരോന്നോരോന്നായി ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കൂന്തൽ എണ്ണയിലിടുമ്പോൾ ഒന്നിനോടൊന്ന് മുട്ടാതെ ഇതുപോലെ കുറച്ച് അകത്തി അകത്തി ഇടാം. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ ആവിയിലിരുന്ന് അകം വേകുകയും ചെയ്യും, പുറം ഭാഗം ഫ്രൈ ആയി വരികയും ചെയ്യും. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചപ്പോഴേക്കും ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. കൂന്തൽ അടുപ്പത്തിട്ടാൽ ഉടൻ തന്നെ കുറച്ച് നേരത്തിന് സ്പൂൺ ഇടുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇതിൻ്റെ പുറത്തുള്ള കോട്ടിംഗ് ഒക്കെ സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിങ്ങി പോരും. കൂന്തൽ ഒരു വശം മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവൂ. പിന്നെ എല്ലാം മറിച്ചിട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെക്കരുത്. ആ ക്രിസ്പിനെസ് ഒക്കെ അങ്ങ് നഷ്ടമാകും. അതുകൊണ്ട് ഇനി തുറന്ന് വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നല്ല മുരുമുരാന്നുള്ള ക്രിസ്പി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൽ നമ്മൾ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് മസാലയൊക്കെ ഇതിൽ ഒട്ടിപ്പിടിച്ച് ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. താങ്ക് യു.